വൈകുന്നേരം ചായയുടെ നല്ല മുരിഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടിയാലോ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം ഇന്ന് ചായക്ക് നമ്മൾ ഉഴുന്നുവടയായിരുന്നു ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ നമ്മൾ ചട്നി, തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഉഴുന്ന് ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്താണിത്. ഇത് നമുക്കിനി ഒന്ന് അരച്ചെടുക്കുന്ന ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. കുറേശ്ശായിട്ട് അരച്ചെടുക്കുകയാണ്. നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എത്രയും കുറച്ച് വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അരച്ചെടുക്കാമോ അത്രയും നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് ആ ഉഴുന്നുവടയുടെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഞാൻ അരച്ചെടുത്തതിന് ശേഷമാണ് തണുത്ത വെള്ളം, കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടാണ് അരച്ചെടുത്തത്. ഇതിലും കുറച്ച് വെള്ളത്തിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക് ചതച്ചത്, പൊടിയല്ല കേട്ടോ, പൊടി എടുക്കരുത്. അതുപോലെ തന്നെ കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ്, 2 പച്ചമുളകുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. അതുപോലെ ഇതിലേക്ക് നമുക്ക് 1 തൊട്ട് 1.25 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ റവ ചേർക്കാം. ആ ഒരു ക്രിസ്മസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ റവ ചേർക്കുന്നത്. അപ്പോൾ റവയും ഈ ഒരു എത്രയും നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മളത് വെളിയിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പുളിപ്പ് പോലെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം, അതൊക്കെ ഒന്ന് ചേരാൻ വേണ്ടി. എന്നിട്ട് നമുക്കിതുപോലെ ആ വടയുടെ ഷേപ്പിൽ 2 കയ്യിലും വെള്ളമോ എണ്ണയോ തൂത്തിട്ട് ഇതുപോലെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് വട റെഡിയാക്കാവുന്നതാണ്.